ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പിൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഒരു നല്ല കൊയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, ദൈവികമായ ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഇന്ന് പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ വചനം വളരെ വ്യക്തമായി പറയുന്നു, നന്മ ചെയ്യുന്ന നാം മടുത്തു പോകരുത്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ദൈവിക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നന്മ ചെയ്യുന്നതിൽ നാം ഒരിക്കലും മടുത്തു പോകരുത്. യഥാർത്ഥ ഒരു കൊയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് എന്തായിരിക്കണം? ഒരു അനുഗ്രഹവും ആശ്വാസവും ഒരു തണലുമായിരിക്കണം. വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ അകത്ത് ഊരിത്തിരിയണം. ഓരോ ദിവസവും ഒരാളിനെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ ഒരു കൊയ്ത്ത് സംഭവിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായും 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെ ഉള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. ഇതാണ് യഥാർത്ഥ കൊയ്ത്ത്. ഒരുത്തൻ വീണ് പോയാൽ നമ്മുടെ സഭയിലായിക്കോട്ടെ, വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ സൊസൈറ്റിക്കകത്തായിക്കോട്ടെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവനായിരിക്കോട്ടെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരായിക്കോട്ടെ, ഒരുവൻ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയാൽ അവനെ വചന അടിസ്ഥാനത്തിൽ ചേർത്തുകൊള്ളണമെന്ന് ആത്മാവിൽ ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയോട് വിളിച്ചു പറയുന്നു. ഗലാത്യർ എന്ന വാക്കിന്റെ അർത്ഥം അനുസരണം കെട്ടവരെന്ന. അങ്ങനെ ഉള്ളവരുടെ അകത്ത് ഇതാ അനുസരണത്തിന്റെ സത്യസുവിശേഷത്തെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായും പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്താ പ്രാപിക്കുന്നത്? നിത്യജീവനാ പ്രാപിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നല്ല നന്മ ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ പ്രകടമായാൽ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കൊയ്ത്തുകൾ സംഭവിക്കും. ആ വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്തിൽ നിന്നും എത്ര ഫലം പുറത്തു വരണമെന്ന് സൃഷ്ടിച്ച ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ നാം പോലും അറിയാതെ നാം നമ്മുടെ ജീവിതത്തിനകത്ത് പലവിധത്തിലുള്ള നന്മകൾ കൊണ്ട് ദൈവം അലങ്കരിക്കും. അത് കൊയ്ത്തായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ആത്മീയപരമായ ജീവിതത്തിലും സംഭവിക്കും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മറ്റുള്ളവരെ സഹായിക്കുകയും ചേർത്ത് പിടിക്കുകയും അവരെ താങ്ങുകയും അവർക്ക് ആശ്വാസം, തണലും, അവർക്ക് പരിരക്ഷയും കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു യഥാർത്ഥ കൊയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നന്മ ചെയ്യുകയും നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും എന്ത് ചെയ്യുക? നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നത് ഒരു അനുഗ്രഹത്തിന്റെ പ്രതീകമാണ്. നന്മ ചെയ്യുന്നവർ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമാണ്. അങ്ങനെ നന്മ ചെയ്ത് ആ നന്മയിലൂടെ ദൈവിക അനുഗ്രഹവും കൊയ്ത്തും അനുഭവിക്കുന്നവരായി മാറുവാൻ ഈ ദിവസം ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.